ചിന്തിച്ചപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ആകെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ജീവിത അനുഭവങ്ങളാട്ടോ. ഈ ഇത്രയും ജീവിച്ച് കുഞ്ഞു പ്രായത്തിൽ തന്നെ ഒരു വീഡിയോ എടുക്കലൊന്നും എനിക്ക് നടക്കത്തില്ല. അപ്പം ഞാൻ ഓർത്തു എൻ്റെ ആകെ സമ്പാദ്യം ഒരു വാടക വീടും ഇങ്ങനൊരു കുഞ്ഞു കുടുംബമാണേ. അപ്പം ഞങ്ങളുടെ കുഞ്ഞു കുടുംബത്തിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഞങ്ങളുടേതായ നല്ല നല്ല നിമിഷം സമയത്ത് അപ്പം ഈ 3000 രൂപ വാടകയാണെങ്കിലും കറക്റ്റായിട്ട് വാടക കൊടുക്കാൻ കഴിയാറേയില്ല. 3, 4, 7 മാസം വരെ വാടകയായിട്ട് നമ്മൾ ഒരുമിച്ച് കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വന്ന് ആകെ ബുദ്ധിമുട്ടി ജീവിച്ചൊരു സമയമൊക്കെ ഉണ്ട് എൻ്റെ ലൈഫിൽ. ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലോ, ലോങ് വീഡിയോ, ആദ്യമായിട്ട് 1K അടിച്ച് കേട്ടോ. എല്ലാ വട്ടം വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കും വ്യൂസ് 1K ആയില്ലല്ലോ എന്ന്. അപ്പം ഞാൻ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ വാടകയ്ക്ക് വീട് മാറിയതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്തായാലും ആ വീഡിയോ 1K അടിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്ബാക്കാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ വീടിനെ പറ്റിയാണല്ലേ. ഞാൻ ആദ്യം വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ, ഞാനും ഒത്തിരി പേരുടെ വീഡിയോ കാണും കേട്ടോ, അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ എന്ത് കണ്ടൻറ്റാണ് വീഡിയോ ആക്കുന്നത്? എനിക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റുകൾ എഴുതാനുള്ള സമയമില്ല. കോമഡി ചെയ്യണമെങ്കിൽ അങ്ങനെ അതിനുള്ള സമയമൊന്നും എനിക്ക് അധികം കിട്ടാറില്ല. നമുക്കിവിടെ ഒറ്റ ഫോണേ ഉള്ളൂ. ഈ ഫോണിലാണ് ചാനലും പിള്ളേരുടെ പഠിത്തങ്ങളും ഞാൻ പഠിക്കുന്നുണ്ട്, എൻ്റെ പഠിത്തങ്ങൾ, അങ്ങനെ എല്ലാം. അപ്പോൾ എനിക്ക് ഈ ഫോണിൻ്റെ ഉപയോഗമാണ് 24 മണിക്കൂർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്ത് ഇതാക്കുമെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ആകെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ജീവിത അനുഭവങ്ങളാട്ടോ. ഈ ഇത്രയും ജീവിച്ച് കുഞ്ഞു പ്രായത്തിൽ തന്നെ ഒരു കുടുംബം വീട്ടമ്മയായി, മക്കളായി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഓട്ടപ്പാച്ചിലാണ്. ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് എനിക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റായിട്ട് ഒരു വീഡിയോ എടുക്കലൊന്നും എനിക്ക് നടക്കത്തില്ല. അപ്പം ഞാൻ ഓർത്തു എൻ്റെ ആകെ സമ്പാദ്യം ഒരു വാടക വീടും ഇങ്ങനൊരു കുഞ്ഞു കുടുംബമാണേ. അപ്പം ഞങ്ങളുടെ കുഞ്ഞു കുടുംബത്തിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഞങ്ങളുടേതായ നല്ല നല്ല നിമിഷങ്ങൾ. അത് ചിലപ്പോൾ ഒരു ചമ്മന്തിയും കൂട്ടിയോ മുളകിനിയുടെ ചോറ് കഴിക്കുന്നതായിരിക്കാം. എങ്കിലും അതൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നവരിലോട്ട് എത്തിക്കുക, ഞാൻ എന്താണെന്ന് അറിയിക്കുക. എന്നെപ്പോലെ കഷ്ടപ്പെട്ട് ജീവിച്ച് വരുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ഞാൻ മാത്രമൊന്നും അല്ലെന്ന് എനിക്കറിയാം, ഒത്തിരി പേരുണ്ടെന്ന് അറിയാം. അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളാട്ടോ എൻ്റെ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ കൂടാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്ബാക്കി സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തിരക്ക് പിടിച്ച ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ജോലിയുടെ ആവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. അപ്പോൾ ഈ എൻ്റെ ജോലിയുടെ ഒരു ആവശ്യമായിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവുമല്ലോ. അപ്പോൾ എൻ്റെ ജോലി എന്താണെന്നും ആ ജോലിയിലോട്ട് എങ്ങനെ എത്തിയെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കേട്ടാലോ. അപ്പം വേഗം വായോ വീഡിയോയിലേക്ക്. നമ്മൾ ഈ വീട്ടിലോട്ട് വാടകയ്ക്ക് മാറുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വീട്ടിലോട്ട് മാറുന്നതിന് മുമ്പ് നമ്മൾ താമസിച്ചത് ഒരു 3000 രൂപ വാടക ഉള്ളൊരു വീട്ടിലായിരുന്നു കേട്ടോ. അപ്പം അവിടെ നമ്മുടെ കൊറോണ സമയത്ത് അപ്പം ഈ 3000 രൂപ വാടകയാണെങ്കിലും കറക്റ്റായിട്ട് വാടക കൊടുക്കാൻ കഴിയാറേയില്ല. 3, 4, 7 മാസം വരെ വാടകയായിട്ട് നമ്മൾ ഒരുമിച്ച് കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വന്ന് ആകെ ബുദ്ധിമുട്ടി ജീവിച്ചൊരു സമയമൊക്കെ ഉണ്ട് എൻ്റെ ലൈഫിൽ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ പെട്ടെന്നായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് അവർ വേറൊരു പാർട്ടിക്ക് വിറ്റത്. അപ്പോൾ അവർ വാങ്ങിച്ചവർ നമ്മളോട് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ വീട് മാറണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇത്ര നാളും താമസിച്ച് വന്ന ആ ഒരു ലൊക്കാലിറ്റി തന്നെ വീട് നോക്കിയിട്ടൊന്നും നമുക്ക് കിട്ടുന്നതേ ഇല്ലായിരുന്നു കേട്ടോ. കിട്ടുമ്പോൾ ഒന്നെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന അഡ്വാൻസ് തുക കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പണയത്തിന് കിട്ടും. ഈ ഒറ്റയ്ക്ക് എടുക്കുക എന്നൊക്കെ പറയും. നമ്മൾ ഒരുമിച്ചൊരു എമൗണ്ട് 2-3 ലക്ഷം രൂപ കൊടുക്കുക, അങ്ങനെ കിട്ടും. അപ്പം നമുക്കതൊന്നും പറ്റാത്തത് കൊണ്ട് വീട് മാറേണ്ട ഒരു 3 ദിവസം മുമ്പെയാണ് നമുക്ക് ഈ വീട് റെഡിയാവുന്നത്. ഈ വീട് റെഡിയായെങ്കിൽ അവർ പറഞ്ഞ വാടക നമുക്ക് ആദ്യം 4500 രൂപ കേട്ടോ. അപ്പം ഈ വേറെ ഒരു വീടും കിട്ടാതെ നമുക്ക് ഇത് എടുത്തേ പറ്റൂ എന്നൊരു നിവർത്തികേട് വന്നപ്പോഴത്തേക്കും ഏട്ടനിങ്ങനെ പറഞ്ഞു, നമുക്കെങ്കിൽ ആ വീട് പോയി കണ്ട് എടുക്കാമെന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴും വീട് മാറുന്ന സാധനമെല്ലാം പെറുക്കി വെച്ചിട്ട് ഞാനിങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ 3000 രൂപ വാടകയായിട്ട് എനിക്ക് വാടക കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം ഞാൻ എങ്ങനെയാണ് 4500 രൂപയൊക്കെ വാടക കൊടുക്കും, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ നമുക്ക് വേണ്ട, നമുക്ക് വീട് മാറണ്ടാന്ന് തന്നെ തീർത്തും പറഞ്ഞു, നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന്, ഇതിലും കുറഞ്ഞൊരു വാടകയ്ക്ക്. അപ്പോൾ അന്നേരം ഏട്ടൻ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യും, നമുക്കിതിന് 6 മാസത്തേക്ക് നമുക്ക് അവിടെ താമസിക്കാം. അപ്പം നമ്മുടെ അഡ്വാൻസ് കൊടുക്കുന്ന എമൗണ്ട് അവിടെ ഉണ്ടല്ലോ, അഥവാ വാടക പെൻഡിങ് ആയാലും നമുക്ക് ആ എമൗണ്ട് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ പേടിക്കണ്ട, നീ എന്തായാലും വീട് മാറാതിരുന്നിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീട്ടിലോട്ട് മാറുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ അച്ഛനും മക്കളും സ്കൂളിലൊക്കെ പോയി, ഏട്ടനും ജോലിക്ക് പോയി കഴിയുമ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് മാറിയിട്ടിരിക്കുക, എന്ത് ചെയ്യുമെന്നറിയാതെ ബോറടിച്ചാൽ ഇവരൊക്കെ പോയി
പോയി കഴിയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് സത്യം പറഞ്ഞാൽ അകത്തിരിക്കാൻ പേടിയാണ്. ഇവിടെ അധികം പരിസരക്കാരൊന്നും ഇല്ലല്ലോ. ഞാനപ്പോൾ ഇവർ പോയി കഴിയുമ്പോഴത്തേക്കും തിണ്ണേ മാറിയിരിക്കും എന്തെങ്കിലും വായിച്ചുകൊണ്ടൊക്കെ. എന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കയറും. ഉണ്ണുന്ന പോലും ഞാൻ വെളിയിലിരുന്നിട്ടാണ്. അത്രയ്ക്കും പേടിയാണ് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട്. പ്രത്യേകിച്ച് വാ പൂട്ടിയിരിക്കുന്ന ഒരാളെ അല്ല. ആരോടും വർത്താനം പറയാതെ ഇത്രയും മണിക്കൂറൊക്കെ ഇരിക്കണ്ടേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ അമ്പലങ്ങളിലോട്ട് കുറച്ച് എള്ളുതിരി ഇത് ഈ പാക്ക് ചെയ്യുന്നത് കണ്ടോ, എള്ളുതിരി കെട്ടിക്കൊടുക്കാൻ ഒരു സുഹൃത്ത് നിൽക്കുന്ന അമ്പലങ്ങളിലോട്ട് ഞാൻ കെട്ടിത്തരട്ടേന്ന് ചോദിച്ചപ്പം ആ ചേട്ടൻ പറഞ്ഞു കെട്ടിത്താന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഒരു 500 തിരി കെട്ടിക്കൊടുത്തു. അതിനുശേഷം ഞാനായിട്ട് കുറച്ച് കടകളൊക്കെ പിടിച്ചു, അമ്പലങ്ങളൊക്കെ പിടിച്ചു കേട്ടോ. അങ്ങനെ പിടിച്ച ഇത് ആവശ്യമുള്ളൂ, എല്ലാ അമ്പലങ്ങളിലും ഇത് ആവശ്യമൊന്നുമില്ല. എനിക്ക് ചുമ്മാതിരിക്കാൻ വയ്യ, അതായിരുന്നു എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ഓപ്ഷൻ. അങ്ങനെ ഞാൻ കടകളൊക്കെ പിടിച്ച് അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു കുഞ്ഞു സംരംഭം പോലെ തുടങ്ങി. പക്ഷേ എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് ഇങ്ങനെ തുടങ്ങിയതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇപ്പം 4ാമത്തെ വർഷമാണ്. ഈ ഒരു വരുമാനത്തിൽ നിന്ന് തന്നെ എനിക്ക് വാടക കൊടുക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് കറക്റ്റ് പക്കയൊന്നും അല്ല കേട്ടോ. 30-ാം തീയതി കൊടുക്കേണ്ട വാടക ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും. തീയതിയും ദിവസമൊക്കെ അങ്ങോട്ട് മാറുമെങ്കിൽ ഈ ഒരു വരുമാനത്തിൽ നിന്ന് എനിക്ക് വാടക കൊടുക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ രാവിലെ ജോലിയെല്ലാം തീർത്തിട്ട് ഞാൻ എൻ്റെ തിരി കൊടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ സ്വന്തം വണ്ടിയിലാണേ പോകുന്നത്. വണ്ടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആരുടെയെങ്കിലും വണ്ടി വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ആരുടെയെങ്കിലും 2 വീലറൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ പിള്ളേരെ വിട്ടിട്ട് ഇതിൻ്റെ സെയിലിനായിട്ട് ഇറങ്ങും. അന്നേരം എന്താണെന്നറിയാമോ, ഒരു 10-300 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മളൊരു സെയിലിന് പോകുന്നതല്ലേ. പക്ഷെ നമ്മൾ ഒരു കടയിൽ ചെല്ലുമ്പോഴത്തേക്കും ആയിരിക്കും ആ വണ്ടിയുടെ ഓണർ വിളിക്കുന്നത്, എനിക്ക് അത്യാവശ്യമുണ്ട്, നിങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ തിരിച്ച് വന്നിട്ട് എനിക്ക് വണ്ടി വേണമെന്ന്. നമ്മൾ പ്ലാൻ ചെയ്ത എണ്ണയൊക്കെ അടിച്ചിട്ടേക്കുന്നതല്ലേ. നമ്മൾ തിരിച്ച് ആ കാര്യം സാധിക്കാതെ പോലും തിരിച്ച് വണ്ടി കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥകൾ വന്ന് ആകെ ബുദ്ധിമുട്ടായപ്പോഴത്തേക്കുമാണ് കേട്ടോ. ഫിനാൻസ് ആണെങ്കിലും ഈ വരുമാനം തന്നെ നമുക്ക് CC ഒക്കെ അടച്ചു പോകാൻ പറ്റിയ ഒരു തൊഴിലിലോട്ട് ഈ വീട്ടിൽ മാറിക്കഴിഞ്ഞിട്ട് ഭഗവാൻ എത്തിച്ചു. അപ്പം തിരിയെല്ലാം കൊടുത്തിട്ട് രാവിലെ 9:30-ക്ക് ഇറങ്ങിയതാണ്. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു 4:30 ആയിട്ടുണ്ട്. നമ്മുടെ കുട്ടി മണീസ് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അവർക്ക് ചായ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ജോലിയിലോട്ട് തുടങ്ങി കേട്ടോ. അപ്പം ഇന്നിനി ചോറ് വെക്കണം, കറികളൊക്കെ വെക്കണം. പ്രത്യേകിച്ച് കറികളൊന്നുമില്ല, രാവിലത്തെ ചമ്മന്തിയും വഴുതനങ്ങയൊക്കെ ഉണ്ട്. ഇന്നൊരു രസവും കൂടെ വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ യൂണിഫോം എല്ലാം കഴുകിയിട്ടിട്ട് ജോലിയൊക്കെ തീർക്കുക കേട്ടോ. അപ്പം എല്ലാവരിലേക്കും ഞാൻ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. ചിലർ വിചാരിക്കും ഇതെന്താ നമ്മളോട് പറയുന്നത്. അങ്ങനെയല്ല കേട്ടോ. ജീവിതത്തിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഞാൻ സ്ട്രഗിൾ ചെയ്ത് വന്നതിൻ്റെ ഒരു അംശം അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ പറയുമ്പോൾ സിമ്പിളായിട്ട് പറയുമെങ്കിലും അന്ന് ഇനി ഇതൊക്കെ അനുഭവിച്ച് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ, എല്ലാ വഴിയും അടഞ്ഞിട്ട് ആരോട് സഹായം ചോദിക്കുമെന്ന് കരുതി ഇന്നൊരിടത്തുനിന്ന് നമുക്കൊരു ജോലിയൊക്കെ ഭഗവാൻ തരിക എന്ന് പറഞ്ഞാൽ അവിടെ ദൈവം ഉണ്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ജോലിയെല്ലാം വേഗം തന്നെ തീർത്തേ. ഇനിയിപ്പം മെയിൽ കഴുകി വിളക്ക് കത്തിക്കുക, പ്രാർത്ഥിക്കുക, മക്കളെ പഠിപ്പിക്കുക, ഇത്രയേ ഉള്ളൂ എൻ്റെ ജോലി എന്ന് പറയാനായിട്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എൻ്റെ തുടർന്നുള്ള വീഡിയോയിലും ഇതേപോലെ ഇതുവരെ ഞാൻ എങ്ങനായി എന്നുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും എൻ്റെ കുഞ്ഞു കുഞ്ഞു ജീവിതാനുഭവങ്ങളും ഞാൻ പകർത്താമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പും തരിക. അപ്പം ഇന്നത്തെ വീഡിയോ ശുഭം. രാവിലെ വിളക്ക് കത്തിച്ച് തുടങ്ങി, വിളക്ക് കത്തിക്കൽ തീരെ കേട്ടോ. അപ്പം ഒരു പരിധിവരെയൊക്കെ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതും എൻ്റെ ചിരിക്ക് പിന്നിലും ഇവരൊക്കെ തന്നെ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ടാറ്റ ബൈ ബൈ, സി യു. ഓക്കെ, സബ്ബാക്കാൻ മറക്കരുത് കേട്ടോ.